ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ പശുക്കൾക്കൊക്കെ എന്തൊക്കെ തീറ്റയാണ് കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് കുറേ പേരായി ചോദിക്കുന്നു. അപ്പോൾ അതിനുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നം ഉണ്ടായിരിക്കും. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണല്ലോ വീഡിയോ എടുക്കുന്നതും പണിയെടുക്കുന്നതും ഒക്കെ കൂടിയിട്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നത് KSൻ്റെ ഡീലക്സ് പ്ലസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് ഈ തീറ്റ തന്നെയാണ് കേട്ടോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഒരു മിക്സഡ് തവിട് എന്ന് പറഞ്ഞിട്ടൊരു തവിട് വരുന്നുണ്ട്, അതാണ് നമ്മൾ കൊടുക്കുന്നത്. മൂന്നാമത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ എന്താ പറയുക, ഉഴുന്നിൻ്റെ തവിടാണ് കേട്ടോ കൊടുക്കുന്നത്. നാലാമത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് ബീർ വേസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ 4 തരം തീറ്റയാണ് കേട്ടോ നമ്മൾ നമ്മുടെ പശുക്കൾക്കും എരുമകൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു തീറ്റയാണ് കേട്ടോ എന്താ പറയുക ഫോളോ ചെയ്ത് പോകുന്നത്. നമ്മൾ വേറൊരു തീറ്റ അതിൻ്റെ ഇടയിൽ മാറ്റി മാറ്റി കൊടുക്കാറില്ല കേട്ടോ. നമ്മളിവിടെ ചോളത്തവിട് യൂസ് ചെയ്യാറില്ല. ചോളത്തവിട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പശുക്കൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത് മൂലം നമ്മളിങ്ങനെ ചോളത്തവിട് കൊടുക്കൽ വർഷങ്ങളായിട്ട് നിർത്തിയതാണ് കേട്ടോ. നമ്മൾ കൊടുത്തിരുന്നു കേട്ടോ ഒരു സമയത്ത്. ഇപ്പോഴാണ് നമ്മളതൊക്കെ നിർത്തിയത്. ഇപ്പം നമ്മൾ വർഷങ്ങളായിട്ട് ഈ തീറ്റ തന്നെയാണ് കേട്ടോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കതും കൂടി ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ കൂടിയിട്ട് ഒരു വട്ടകയിലിട്ട് വെച്ചിട്ട് നമ്മൾ ഓരോരുത്തർക്കുള്ള തീറ്റ ഓരോരുത്തരുടെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ മോട്ടർ അടിച്ചിട്ട് കുതിർത്താൻ വെക്കും കേട്ടോ. നമ്മളിവിടെ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാറില്ല കേട്ടോ. നമ്മളിവിടെ പച്ചവെള്ളം മാത്രമാണ് പശുക്കൾക്ക് കൊടുക്കുന്നത്. കഞ്ഞിവെള്ളമോ ചോറോ വേസ്റ്റോ ഒരു സാധനങ്ങളും നമ്മൾ പശുക്കൾക്ക് കൊടുക്കില്ല കേട്ടോ. അത് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ ഈ പശുക്കളിനെ എന്ന് ഏറ്റെടുത്ത് നോക്കാൻ തുടങ്ങി അത് വരെയുള്ള കഞ്ഞി ഇതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ശേഷം ഒന്നും കൊടുക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ പശുക്കൾക്കൊക്കെ അസുഖങ്ങൾ വളരെ കുറവാണ്. നമ്മൾ കഞ്ഞി ഇതൊക്കെ കൊടുക്കുമ്പോൾ ദഹനക്കേട് വരാനും അങ്ങനെ പല സാധ്യതകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഓരോരുത്തരുടെ ഫ്രണ്ടിലൊക്കെ വെള്ളം വെച്ച് കൊടുത്ത് ഇതാ ഓരോരുത്തർക്ക് തീറ്റൊക്കെ കൊടുത്ത് ഇതാ നല്ല കുട്ടന്മാരായിട്ട് എല്ലാവരും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എരുമക്കുട്ടികൾക്ക് നമ്മൾ തീറ്റ കൊടുത്തിട്ടില്ല, കാരണം നമുക്ക് പുതിയ പശുക്കൾ കുറച്ച് പേര് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ വെള്ളം കുടിക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ബാക്കി വെള്ളം വന്നു കഴിഞ്ഞ് വേസ്റ്റാക്കി കളയുന്നതിനോട് എനിക്ക് യാതൊരു വിധ യോജിപ്പില്ല കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് തീറ്റയ്ക്കൊക്കെ നല്ല വിലയാണ്. അതുകൊണ്ട് തന്നെ കുറേ ക്ഷീരകർഷകർ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ അവസാനിപ്പിച്ച് പോകുന്നത്. അത്രയും വില കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കും എന്താ പറയുക താങ്ങുന്നുണ്ടാവില്ല എല്ലാവർക്കും ഒരുപോലെയല്ലോ. അപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് നഷ്ടമാണ്, നമുക്ക് തീറ്റയ്ക്ക് മാത്രമേ ഇപ്പോൾ പാലുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ തീറ്റ ഒരിക്കലും വേസ്റ്റാക്കി കളയാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതാ എല്ലാവർക്കും തീറ്റയൊക്കെ വെച്ച് കൊടുത്തു. നമ്മുടെ എരുമകൾക്കുള്ള തീറ്റ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ തീറ്റയും കുതിർത്താനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എരുമകൾക്ക് നമ്മൾ നല്ല വലിയ വട്ടകയിലാണ് കേട്ടോ തീറ്റ കൊടുക്കാറ്. കാരണം എരുമകൾക്ക് നല്ല വെള്ളം കൊടുക്കണം. പശുക്കളുടെ പോലെയല്ലല്ലോ. പശുക്കൾക്കും അത്യാവശ്യത്തിന് നല്ല വട്ടകയിൽ തന്നെ വെള്ളം കൊടുക്കുന്നതെങ്കിലും നമ്മൾ അതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു പൊടി വലിപ്പമുള്ള വട്ടകയിലാണ് കേട്ടോ നമ്മൾ എരുമകൾക്ക് തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഓരോരുത്തരുടെ ഫ്രണ്ടിൽ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കിക്കാണ് നീ വെള്ളം കൊണ്ടുവച്ചിട്ട് എവിടേക്കാണ് പോയത് എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ 3 പേരും ഒരുമിച്ചാണ് നിൽക്കുന്നത് എരുമകളെ. അപ്പോൾ 3 പേർക്ക് ഒരുമിച്ച് വെള്ളം വെച്ച് കൊടുത്തില്ലെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പറിച്ച് മേടിക്കും. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ 3 പേർക്കും ഒരുപോലെ വെള്ളം വെച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ കുട്ടന്മാരൊക്കെ ഇതാ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് കുഞ്ഞു ബേബി ഇപ്പോൾ വന്നിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ എന്നാലും മൂപ്പര് വെള്ളമൊക്കെ കുടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. നല്ലൊരു മോളാണ് കേട്ടോ. ഈ ഒരു എരുമയുടെ മോളാണ്. ഈ എരുമ ഇപ്പോഴും വെള്ളം കുടിച്ച് ശരിയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കുഴപ്പമില്ല. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം.